പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനം പൂവങ്കോഴിക്ക് മുൻകൂട്ടി കഴിവ് കൊടുത്തത് ആരാണ്? യേശു ഒരു ഉപമയിലൂടെ ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. പൂവൻ കോഴിക്ക് ജ്ഞാനം കൊടുത്തത് ആരാണ്? കർത്താവ് തന്നെയാണ്, ദൈവമാണ്. എല്ലാ പക്ഷികളുടെയും ഉടയവൻ നസറനായ യേശുവാണ്. ജോബിൻ്റെ പുസ്തകം 38 അധ്യായം 36 വചനം അനുസരിക്കാം. ജ്ഞാനം പൂവങ്കോഴിക്ക് മുൻകൂട്ടി കഴിവ് കൊടുത്തത് ആരാണ്? യേശുവാണല്ലേ, യാതൊരു സംശയവുമില്ല, യേശുവാണ്. വീണ്ടും യേശുനാഥൻ പറയുകയാണ്, 1 കൊരിന്തോസ് 3:16-17 തിരുവചനം. 1 കൊരിന്തോസ് 3:16-17 തിരുവചനം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിയുന്നില്ലേ? നിങ്ങളിൽ വസിക്കുന്ന ദൈവം നിങ്ങളുടെ തന്നെയാണെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ, ഒന്നുകൂടെ ആ വചനം വായിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരം മുഴുവനും ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. പ്രത്യേകിച്ച് പുരുഷൻ, സ്ത്രീകളും അതിനോട് ചേർന്ന് നിൽക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നാക്കി മാറ്റിയിരിക്കുന്ന ദൈവമായ കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബം, ഭാര്യ ഭർത്താക്കന്മാരെ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുപുത്രൻ്റെ നാമത്തിൽ വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന.